എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 3 വെറ്റിലകൾ നൽകിയിരിക്കുന്നു. ഈ വെറ്റിലകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ഓർത്ത് തിരഞ്ഞെടുക്കുക. കാത്തിരുന്ന ആ സൗഭാഗ്യം എന്ന് വരുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. നമുക്ക് ഒന്നാമത്തെ വെറ്റില തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് ആദ്യം പോകാം. കാത്തിരുന്ന ആ സൗഭാഗ്യം എന്ന് വരുമെന്നാണ് നാം നോക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ. ചെറിയ ഒരു ജീവിതാവസ്ഥയിൽ നിന്നും ജീവിതത്തോട് പടവെട്ടി ഉയർന്ന തലത്തിലെത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് സങ്കീർണതകൾ ജീവിതത്തിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ദുഃഖങ്ങൾ ജീവിതത്തിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. ഓരോ തവണയും ഓരോ ദിനവും പരീക്ഷണങ്ങളുടേതായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളുണ്ടായിട്ടുണ്ട്, അതനുസരിച്ച് ദുഃഖങ്ങളുണ്ടായിട്ടുണ്ട്. നിങ്ങളെ സ്നേഹിച്ചവർ, നിങ്ങളെ വെറുത്തവർ, നിങ്ങളെ സംരക്ഷിച്ചവർ, നിങ്ങൾ ഉപദ്രവിച്ചവർ, അങ്ങനെ എത്രയോ ആളുകൾ ജീവിതത്തിലൂടെ കടന്നു പോയിരിക്കുന്നു. ചിരിച്ചും കരഞ്ഞും ചിന്തിച്ചും ഉറങ്ങിയും എത്ര കാലം കഴിഞ്ഞിരിക്കുന്നു. ജീവിതത്തിൽ ധാരാളം അനുഭവങ്ങളുണ്ട്. ജീവിതം എന്ന് പറയുന്നത് ഒരു ചെറിയ ഒറ്റ ഉത്തരം പറയാൻ പറ്റിയ ഒരു ചോദ്യമല്ലായിരുന്നു നിങ്ങളെ സംബന്ധിച്ച്. അത് ചോദ്യചിഹ്നം പോലെ സങ്കീർണമായിരുന്നു. ഒരുപാട് ഉത്തരങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പരീക്ഷണഘട്ടങ്ങൾ ജീവിതത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അതിലെല്ലാം ഭയപ്പെട്ടും ആശങ്കപ്പെട്ടും ഒക്കെ ജീവിച്ചു പോന്നു. ലജ്ജിച്ചും നാണിച്ചും ധൈര്യപൂർവ്വവും ആത്മവിശ്വാസത്തോടെയും ആത്മവിശ്വാസം ഇല്ലാതെയൊക്കെ കടന്നുപോയി. പക്ഷെ ജീവിതത്തിൽ ഇപ്പോൾ ഹൃദയത്തിനൊരു കരുത്ത് കിട്ടിയ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ഒരു പക്വത. പണ്ട് കടന്നുപോയ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആത്മവിശ്വാസം കിട്ടുന്നത്, മുന്നോട്ട് നോക്കുമ്പോഴല്ല. മുൻപിലുള്ള കാഴ്ചകൾ ഇപ്പോഴും നിങ്ങളെ ആശങ്കപ്പെടുത്താം. പക്ഷേ അല്പം ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അല്പം പോലും ആശങ്കയ്ക്ക് ഇടയില്ല എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് വരും. അത്ര സങ്കീർണമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ കാലഘട്ടം അത്രയും സങ്കീർണമായിരുന്നു. അത്രയും സങ്കീർണമായ കാലഘട്ടത്തിലൂടെ കടന്നു വന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ. നിങ്ങളെ സംബന്ധിച്ച് ആ പരീക്ഷണഘട്ടങ്ങൾ നിരവധി നിങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ചുളുക്കും നിവർത്തലും ദുഃഖിച്ചും കരഞ്ഞും ഒക്കെ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ധാരാളം അനുഭവങ്ങൾ ജീവിതത്തിൽ മനസ്സിന് നിങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. മനസ്സ് ആദ്യം കട്ടി കുറഞ്ഞ മനസ്സായിരുന്നെങ്കിൽ വീണ്ടും ഒരുപാട് പരീക്ഷണങ്ങളിൽ അകപ്പെട്ട് ഇപ്പോൾ ദൃഢമായിരിക്കുന്നു. ഇപ്പം നേരെ നിന്ന് നിവർന്ന് മുന്നിലേക്ക് നോക്കുവാനുള്ള ശേഷി ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ നേരെ നിന്ന് സംസാരിക്കാനും നേരെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു. ഈശ്വരൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു എന്നുള്ളത് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നിങ്ങൾ കാണുന്നത്. മുൻപിലെ കയ്യാങ്കളികളും മായാലോകവും കരണം മറച്ചിലുകളും ഒന്നും ഇപ്പോൾ പഴയതുപോലെ നിങ്ങളെ ഭയപ്പെടുത്തുന്നില്ല. ഈശ്വരൻ നൽകിയ അനുഗ്രഹത്തിൻ്റെ ഉദാത്തമായ മനസ്സുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് പരീക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ ആർക്കും ഒക്കെ കടന്നു പോന്നിരിക്കുന്നു. ഇനി ജീവിതത്തിൽ നേടാൻ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇനി അധികം നേടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു മനസ്സ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഒരു ഇരുത്തം വന്നിരിക്കുന്നു മാനസികമായിട്ട്. ഇപ്പോൾ കാത്തിരുന്നൊരു സൗഭാഗ്യം എന്ന് വരുമെന്നുള്ള ചോദ്യത്തിന് നിങ്ങളെ അത്ര ആകർഷണപ്പെടുത്തുന്നില്ല. അത് ജീവിതത്തിൽ ദുഃഖമാണെങ്കിലും ഇപ്പോൾ ജീവിതത്തിൽ എന്തും സഹിക്കാനുള്ളൊരു കരുത്ത് നേടിക്കഴിഞ്ഞു എന്ന് കരുതി മോശമായിട്ടൊന്നും ഭവിക്കാൻ ഇടയില്ല. കാരണം നിങ്ങൾ കാണിച്ച നന്മ, നിങ്ങൾ കാണിച്ച പക്വത, നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് ഒരു വലിയ ശക്തി നൽകിയിരിക്കുന്നു. മാനസികമായിട്ട് ഒരു
സംതൃപ്തിയുടെ ഒരു തലം നിങ്ങൾക്ക് ഇപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ പഴയതുപോലെ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് ഓടിച്ചാടി നടക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്കില്ല. ഒന്നിലേക്കും ആകർഷിക്കപ്പെടുന്നുമില്ല. ആളുകളുടെ അടുത്ത് അത് കണ്ടാലോ ഇത് കണ്ടാലോ ആകർഷിക്കപ്പെടുന്ന ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ എല്ലാം മനസ്സിലാക്കാനും എല്ലാം അറിയാനും എല്ലാത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പഴയതുപോലെ മനസ്സ് കിടന്ന് പൊളയുന്നില്ല. ഇപ്പോൾ ഒരു ഷാർപ്പ് ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് ജീവിതം കൊണ്ടുപോകാൻ കഴിയുന്നു. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നു. ഒരു ഉൾക്കരുത്ത് ഈശ്വരൻ നൽകിയിരിക്കുന്നു. ആ കരുത്തുമായി മുന്നോട്ട് പോവുക. നല്ലതേ വരൂ, കാത്തിരിക്കുന്ന സൗഭാഗ്യം ഉടൻ വരിക തന്നെ ചെയ്യും. ഈ കടന്നു പോകുന്നതെല്ലാം സൗഭാഗ്യത്തിലേക്കുള്ള വീഥികളാണ്. അനുഭവിച്ച ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും കണക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഒന്നുമില്ലാതെ സമാധാനമായിട്ടിരിക്കാൻ കഴിയുന്നത് തന്നെ വലിയ സൗഭാഗ്യമാണ്. നിങ്ങൾക്ക് എന്താണ് സംശയം അതിൽ? തീർച്ചയായിട്ടും കീർത്തി നേടുന്ന സൗഭാഗ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. ആരെയാണോ ഇഷ്ടപ്പെട്ടത്, ആരെയാണോ സ്നേഹിച്ചത്, അവർ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും കരുത്തോടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുകയും നല്ല ഒരു ജീവിതം ലഭിക്കുക തന്നെ ചെയ്യും. പരീക്ഷണങ്ങൾ അത്ര കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ പൈലിലേക്ക് പോകാം. രണ്ടാമത്തെ പൈലിലുള്ള വെറ്റില തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് നാം നോക്കുന്നത്. കർമ്മനിരതനായവർ, എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നവർ, ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളോടും മല്ലിട്ട് പ്രവർത്തിച്ച് ഇപ്പോഴും പ്രവർത്തിക്കുകയാണ്. നിൽക്കാൻ കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയുന്നില്ല, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തനങ്ങൾ നിർത്താൻ കഴിയുന്നില്ല. ബാല്യകാലത്തുണ്ടായിരുന്ന തിരക്കുകൾ, വളർന്നപ്പോൾ പിന്നീട് ഉണ്ടായ തിരക്കുകൾ, ഉത്തരവാദിത്തങ്ങൾ ലഭിച്ചപ്പോൾ ആ തിരക്കുകൾ ഒന്നും താഴെ വെക്കാൻ കഴിയുന്നില്ല. പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എണ്ണയിട്ടൊരു യന്ത്രം പോലെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക്, അതിൽ നിന്ന് വേറൊന്നിലേക്ക്. മറ്റൊന്നും ചിന്തിക്കാൻ സമയം കിട്ടുന്നില്ല. ചിലപ്പോൾ സംരംഭവും ബിസിനസ്സൊക്കെ ആയിരിക്കും നടത്തുന്നത്. ഒരു ബിസിനസ് നടത്തി അതിൻ്റെ വളർച്ച ഓരോ ദിനവും കൊഴിഞ്ഞു പോകുന്നത് അറിയാതെ പോകുന്ന ഒരു കാഴ്ചപ്പാടാണ് നിങ്ങൾക്കുള്ളത്. ഓരോ ദിനവും പോകുന്നത് നിങ്ങൾ അറിയുന്നില്ല. ദിനങ്ങളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും കടന്നു പോകുന്നത് അറിയാത്ത ഒരു പ്രകൃതം. അറിയാൻ കഴിയാന്നില്ല നിങ്ങൾക്ക്. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഉത്തരവാദിത്തങ്ങളുടെ ഘോഷയാത്രയാണ്. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, അത് കഴിയുമ്പോൾ വേറൊന്ന്. അങ്ങനെ ഉത്തരവാദിത്തങ്ങളുടെ ഘോഷയാത്രയിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ്. ഒന്നിനും മാറ്റിവെക്കാൻ സമയമില്ല, മറ്റൊന്നും ചിന്തിക്കാനും സമയമില്ല. നിങ്ങളുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താണെന്ന് പറയട്ടെ. ഒരു തെറ്റിലേക്ക് തിരിയാൻ നിങ്ങൾക്ക് സമയമില്ല. ആ ഉത്തരവാദിത്തം കഴിഞ്ഞിട്ട് വേണ്ടേ? ഒരു കാര്യം കഴിഞ്ഞപ്പോൾ മറ്റൊരു കാര്യം. പക്ഷേ സന്തോഷിക്കാൻ സമയം കണ്ടെത്തണം. ഇങ്ങനെ ഓടി നടന്നിട്ട് കാര്യമില്ല. നല്ല പ്രവർത്തനങ്ങളാണ്. ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കുന്നില്ല. മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ പ്രവർത്തനങ്ങൾ മോശമാണെന്ന് പറയുന്നില്ല. പക്ഷേ ഇടക്ക് മനസ്സിന് വേണ്ടിയും വീട്ടുകാർക്ക് വേണ്ടിയും ഒക്കെ കുറച്ച് സമയം നൽകണം. അപ്പോൾ തോന്നും എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിർവഹിക്കുകയല്ലേ, അവർക്ക് കൂടി വേണ്ടിയല്ലേ ഞാൻ ഓടുന്നതെന്നൊക്കെ പറയും. ശരിയാണ്, ആത്യന്തികമായിട്ട് അതൊക്കെ തന്നെയാണ്. എന്നാലും മനസ്സിനെ ഒന്ന് സജ്ജമാക്കുക, മനസ്സിനെ ഒന്ന് ഉണർത്തുക, മനസ്സിൽ ഒത്തിരി സമയം കിട്ടാവുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. നല്ല മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പഴയതിൽ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുറേ സമയം കുറേ നേടുവാൻ ആഗ്രഹിക്കുമ്പോഴും ഒരു പ്രത്യേക ഘട്ടത്തിൽ നിന്ന് മനസ്സിൻ്റെ സംതൃപ്തി പോകുന്നില്ല, ഉയരുന്നില്ല. അത് നിങ്ങളെ സംബന്ധിച്ച് ഉള്ളൊരു കാര്യമാണ്. എത്രയൊക്കെ കിട്ടിയിട്ടും ഒരു വൈബ് ആവുന്നില്ല എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ മനസ്സിനെ അങ്ങോട്ട് തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല. മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ കഴിയാതെ എത്ര കിട്ടിയിട്ടും കാര്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് ഈ ഓട്ടത്തിൻ്റെ കാര്യം. കുറച്ചൊക്കെ മതി എന്ന് പറയുമ്പോൾ നിങ്ങൾ 24 മണിക്കൂർ പ്രവർത്തിച്ചാൽ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്നുള്ള കാര്യമൊന്നുമില്ല.
കുറച്ച് സമയം ആത്മീയതയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ തന്നെയാണ് പറയുന്നത്. നേരെ അങ്ങോട്ട് പറയാം, ഈശ്വരനെ കാണണം. ഈശ്വരൻ നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളെ മാത്രമല്ല, ഈ ഭൂമിയിലെ ഓരോ ചരാചരങ്ങളെയും ഈശ്വരൻ നോക്കിക്കാണുന്നുണ്ട്. വലിയ വലിയ പർവ്വതക്കെട്ടിലെ അടിത്തട്ടിലൂടെ കാണാൻ കഴിയാത്ത രീതിയിൽ നിരങ്ങിപ്പോകുന്ന, അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുന്ന ഉറുമ്പുകളെപ്പോലും ഈശ്വരന് കാണുന്നത് പോലെ ഓരോ പുൽനാമ്പിനെയും, ഒരു പർവ്വതത്തിൻ്റെ ചരിവിലുള്ള ഒരു പുൽനാമ്പിനെ പോലും അറിയും ഈശ്വരൻ. അങ്ങോട്ട് ഒരു പക്ഷെ മനുഷ്യരാരും ചെന്നിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഈശ്വരൻ എല്ലാം അറിയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈശ്വരനെ അറിയണ്ടേ? ഈശ്വര സന്നിധിയിലേക്ക് എത്തണ്ടേ? നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ ഒന്ന് അർപ്പിക്കണ്ടേ മനസ്സ്? അതൊന്ന് അർപ്പിച്ചു നോക്കൂ. ഊർജം ഇരട്ടിയാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കിട്ടാത്ത സൗഭാഗ്യങ്ങളും, ഇപ്പോൾ കിട്ടാത്ത സമയവും, ഇപ്പോൾ കിട്ടാത്ത സ്നേഹവും, ഇപ്പോൾ കിട്ടാത്ത ആത്മസംതൃപ്തിയും ആത്മനിർവൃതിയും നിങ്ങൾക്ക് വേണ്ടേ? നിങ്ങൾക്കത് തീർച്ചയായും വേണം. അത് നിങ്ങൾ സ്വന്തമാക്കുകയും വേണം. അതിലൂടെ നിങ്ങൾ കടന്നു പോകണം. ആ ഐശ്വര്യത്തിൻ്റെ ആ മഹാത്മ്യം, ഹൃദയത്തിൽ ഈശ്വരനെ കൊണ്ടുവരിക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈശ്വരനിൽ അർപ്പിക്കുക. എല്ലാ പ്രശ്നങ്ങളും ഈശ്വരനിലേക്ക് അർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു സുഖവും സൗഭാഗ്യവും നിങ്ങൾ അറിയുക. അപ്പോൾ കാത്തിരുന്ന സൗഭാഗ്യം വന്നു ചേരുക തന്നെ ചെയ്യും. സൗഭാഗ്യം വന്നാലും നിങ്ങൾ അറിയണ്ടേ? ഓടിയുള്ള ഈ ജീവിതം അധികാരത്തിന് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവരെ കാണിക്കുവാനും ഒക്കെയായിട്ട് നടക്കുമ്പോൾ സൗഭാഗ്യം വളരെ അടുത്ത് തന്നെയുണ്ട്. അതിലേക്ക് പ്രാപിക്കണമെങ്കിൽ ഈശ്വരനിൽ അർപ്പിക്കുക. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ തന്നെ കയ്യെത്തും ദൂരത്ത് മാറിക്കിടക്കുന്ന ആ സൗഭാഗ്യം നിങ്ങളിലേക്ക് വരികയായി. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുക. ഈശ്വരനെ കാണുക. നിങ്ങളുടെ ശക്തി ഏതുമാകട്ടെ, ആ ശക്തിയിൽ ഒന്ന് മനസ്സ് തുറന്ന് ഒന്ന് പ്രാർത്ഥിക്കുക, സംസാരിക്കുക ഈശ്വരനോട്. തീർച്ചയായിട്ടും ലക്ഷ്യം നേടും. ലക്ഷ്യം എപ്പോഴേ നേടിക്കഴിഞ്ഞു. ടാർഗറ്റിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു. പക്ഷെ നിങ്ങളുടെ മനസ്സും കൂടി അതിലേക്കൊന്ന് വരാൻ മാത്രമേ പറയുന്നുള്ളൂ. എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കും. മനസ്സിൽ സന്തോഷം ഉണ്ടാവും. അതായിട്ട് മൂന്നാമത്തെ വെറ്റിലക്കൊടി തിരഞ്ഞെടുത്തവരുടെ റീഡിംഗാണ് പറയുന്നത്. വലിയ സമ്പന്നതയിൽ ജനിച്ചു, വലിയ സൗഭാഗ്യത്തിൽ ജനിച്ചു, ഒരുപാട് സൗകര്യങ്ങൾ മാതാപിതാക്കളുടെ അടുത്തു നിന്നും വീട്ടിൽ നിന്നൊക്കെ കിട്ടി. പക്ഷെ പിന്നീട് ജീവിതത്തിൽ ചില തിരിച്ചടികൾ നേരിട്ടു. ജീവിതത്തിൽ ചില പരീക്ഷണഘട്ടങ്ങളുണ്ടായി. ജീവിതത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നുപോയി. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഒരുപാട് വന്നു. ഒരുപാട് വഞ്ചിക്കപ്പെട്ടു. ഒരുപാട് ആളുകൾ വാഗ്ദാനങ്ങൾ നൽകി പറ്റിക്കുകയും ഒരുപാട് പണവും ധനവും സമാധാനവും സൗഭാഗ്യങ്ങളും മറ്റുള്ളവരൊക്കെ കവർന്നെടുക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. അങ്ങനെ ചെയ്യപ്പെട്ട ഒരു വ്യക്തി. അങ്ങനെ വഞ്ചിക്കപ്പെട്ടു ഒരുപാട് പേരിൽ അടുത്തും നല്ല വാക്ക് പറഞ്ഞിട്ടും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും തനിക്ക് തിരിച്ചടി ലഭിച്ചു എന്നുള്ളൊരു കുറ്റബോധവും മനസ്സിലുണ്ട്. മറ്റുള്ളവർക്ക് എപ്പോഴും നന്മയുണ്ടാകാനും മറ്റുള്ളവർക്ക് നേട്ടം ഉണ്ടാകാനും ആഗ്രഹിച്ചു. പക്ഷെ സ്വന്തം നേട്ടങ്ങൾ ഉണ്ടായപ്പോൾ സ്നേഹിച്ചവരും ഇഷ്ടപ്പെട്ടവരും വഞ്ചിച്ചു. തനിക്ക് മാത്രം ഒന്നുമാകാൻ പാടില്ല, മറ്റുള്ളവർക്ക് എന്തുമാകാം എന്നുള്ളൊരു കാര്യമായി വന്നു. ഒരുപാട് പേരുടെ നന്മ കാണാൻ നിങ്ങൾ ആഗ്രഹിച്ചു. ഒരുപാട് പേർക്ക് നന്മയുണ്ടാകാൻ പ്രാർത്ഥിച്ചു. ഒരുപാട് പേരെ തൻ്റെ കഴിവിൻ്റെ അപ്പുറത്ത് സഹായിച്ചു. ഒരു ജീവിതത്തിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ ഇടയില്ലാത്ത ആളുകൾക്ക് പോലും ഒരുപാട് സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ഒരുപാട് നന്മകൾ ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ അതൊന്നും തൻ്റെ കാര്യത്തിൽ ആരും സഹായിച്ചില്ല. എപ്പോഴും നിങ്ങളെ ഒറ്റപ്പെടുത്താനും നിങ്ങളെ ഇല്ലാതാക്കാനുമാണ് ആളുകൾ ശ്രമിച്ചത്. പക്ഷെ നിങ്ങളെല്ലാവരെയും നന്മ ഉണ്ടാകാനാണ് ആഗ്രഹിച്ചത്. ജീവിതത്തിൽ ചെറുപ്പം മുതലേ ഒരുപാട് സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനും സ്നേഹിക്കപ്പെടാനൊക്കെ ഉള്ള ഭാഗ്യമുണ്ടായി. പക്ഷേ ജീവിതം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒറ്റപ്പെടുത്താനും നിങ്ങൾ രക്ഷപ്പെടുമെന്ന് കണ്ടപ്പോൾ ചിലർ അവഗണിക്കാനും നിങ്ങൾ രക്ഷപ്പെടുന്തോറും നിങ്ങൾക്ക് ശത്രുക്കളായും വന്നു. എല്ലാവരും നിങ്ങളിൽ നിന്ന് സഹായങ്ങളൊക്കെ സ്വീകരിച്ച് രക്ഷപ്പെടാനും മെച്ചപ്പെടാനൊക്കെ ആഗ്രഹിക്കും. പക്ഷെ നിങ്ങൾക്ക് അതിനൊന്നും അർഹതയില്ല, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നത് അവർ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവർക്കും വേണ്ടി സഹായിച്ച് നടന്ന നിങ്ങളെ അവർ ഒറ്റപ്പെടുത്താനാണ് പലപ്പോഴും ശ്രമിച്ചത്. എന്തുകൊണ്ട് അവരങ്ങനെ ഒരു നീക്കം നടത്തി എന്നുള്ളതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല. അത് നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചു. കാരണം ഒരുപാട്
നന്മ മറ്റുള്ളവർക്കുണ്ടാവാൻ ആഗ്രഹിച്ചിട്ട് മറ്റുള്ളവരിൽ നിന്നും ഒരു സപ്പോർട്ടും മറ്റുള്ളവരിൽ നിന്നും ഒരു പിന്തുണയും ലഭിച്ചില്ല എന്നുള്ളൊരു വിഷമം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. മനസ്സറിഞ്ഞ് സ്നേഹിച്ചവരിൽ നിന്ന് പോലും ആ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടില്ലായിരുന്നു. ഒരുപാട് പേരെ ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു, അവർക്ക് നന്മയുണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിച്ചു, ഒരുപാട് പേരോട് വാത്സല്യം, പക്ഷെ അവർ തിരിച്ചു നൽകിയത് വിഷമങ്ങളായിരുന്നു. പാലിക്കാത്ത വാഗ്ദാനങ്ങൾ നൽകി പറ്റിച്ചവരുണ്ട്. തിരിച്ചു സഹായിച്ചിട്ടും തന്നോടൊരു നല്ല വാക്ക് പറയാതെ പോലും പോയവരുണ്ട്. ജീവൻ കൊടുത്ത് സ്നേഹിച്ചിട്ടും നമ്മളെക്കാൾ വലിയ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ വലിയൊരു സ്ഥാനമോ ഒരു വ്യക്തിയെയോ ഒക്കെ ലഭിച്ചപ്പോൾ നിങ്ങളെ മറന്നുപോയവരുണ്ട്. എല്ലാവർക്കും അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളായിരുന്നു എപ്പോഴും. പക്ഷേ ആരോടും പരിഭവം നിങ്ങൾ കാണിക്കുന്നില്ല. അതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. എനിക്കെൻ്റെ ഈശ്വരൻ നല്ലൊരു ജീവിതം നൽകിയിട്ടുണ്ടായിരുന്നു. ഞാനതിൽ മതിമറന്നൊന്നും ജീവിച്ചില്ല. ഞാൻ കുറച്ച് ആൾക്കാരെ സ്നേഹിച്ചത് മാത്രമേ എനിക്ക് പറ്റിയ തെറ്റുള്ളൂ. എന്നെ വഞ്ചിച്ചവർക്ക് നേട്ടം ഉണ്ടാകുമെങ്കിൽ നേട്ടം ഉണ്ടാകട്ടെ, ഈശ്വരൻ അതാണ് ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെ പോട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ജീവിക്കുകയാണ്. പക്ഷേ നിങ്ങളെ വഞ്ചിച്ചവർക്കാർക്കും ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം കയ്യിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, തിരിച്ചൊന്നും വാങ്ങിക്കാതെ നിങ്ങൾ അവരെ സഹായിച്ചു, അവർക്ക് വേണ്ടി നിലകൊണ്ടു. പറഞ്ഞ വാക്കിൽ ഉറച്ച് നിന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ നിങ്ങൾ നിന്നു. ഭൗതികമായ നേട്ടങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ചത് എന്നെന്നും സത്യത്തെയും ധർമ്മത്തെയും മുറുകെ പിടിക്കുക എന്നുള്ളതായിരുന്നു. ഈശ്വരൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോയില്ലെങ്കിൽ പോലും ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും. പരീക്ഷണഘട്ടം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങളെ പറ്റിച്ചവരാർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചവർക്ക് ആർക്കും സന്തോഷിച്ച് ചിരിച്ച് ഈ ലോകത്ത് നിന്ന് പോകാനും കഴിയില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലൊരു സത്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചും സഹായിക്കേണ്ടവരെ സഹായിച്ചും ആരോടെല്ലാമാണോ കാരുണ്യം കാണിക്കേണ്ടത് അവർക്കൊക്കെ നന്മയും കാരുണ്യവും ചൊരിഞ്ഞുമാണ് പോയിട്ടുള്ളത്. ഓരോ വ്യക്തിക്കും നൽകേണ്ട ബഹുമാനവും കടമകളും നിർവഹിച്ചാണ് നിങ്ങൾ പോകുന്നത്. ഈ ലോകത്തെ മര്യാദയും പാരമ്പര്യവും ദർശനവും ഈ ലോകത്തെ എല്ലാ ആചാരങ്ങളും അതുപോലെ പാലിച്ചു പോകാനാണ് നിങ്ങൾക്കിഷ്ടം. ഒരു ലംഘനവും നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. നിലനിൽപ്പിന് വേണ്ടി ഒരു കള്ളം പറയുന്നതിനോ നുണ പറഞ്ഞ് എന്തെങ്കിലും സൗഭാഗ്യം നേടുന്നതിനോ ഒന്നും നിങ്ങൾ ശ്രമിച്ചിട്ടില്ല. എല്ലാവർക്കും നന്മയാണ് നിങ്ങൾ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പരിധി വിട്ട് താഴേക്ക് പോവുകയില്ല. നിങ്ങളെത്ര മോശത്തിലേക്ക് പോകാനായിട്ട് ശത്രുക്കൾ നിങ്ങളെ കുഴികുത്തി വെച്ചാലും അതിലേക്കൊന്നും നിങ്ങൾ വീഴാൻ പോകുന്നില്ല. നിങ്ങളുടെ ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയ ശക്തിയുള്ളൊരു പ്രതലത്തിൽ ഈ ഭൂമിയിൽ നിങ്ങൾ എന്നും ഉണ്ടാവും. ഏതൊരു സൗഭാഗ്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ നിലകൊള്ളുന്നത് ആ സൗഭാഗ്യം നിങ്ങൾക്ക് നൽകാതെ ഈശ്വരൻ നിങ്ങളെ ഒരിടത്തേക്കും പറഞ്ഞയക്കാൻ പോകുന്നില്ല. ആ സൗഭാഗ്യം നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയും ആ സൗഭാഗ്യത്തെ നിങ്ങൾ മുത്തമിടുകയും ചെയ്യും. ആരൊക്കെ ബോധപൂർവം ഒരു സൗഭാഗ്യം നിങ്ങൾക്കുണ്ടാകാതിരിക്കാൻ എത്ര പരിശ്രമിച്ചാലും അതൊന്നും വിജയിക്കാനും പോകുന്നില്ല. സൗഭാഗ്യത്തിൽ നിങ്ങൾ വരിക്കുക തന്നെ ചെയ്യും. സൗഭാഗ്യവും നന്മയും കരുത്തും ആത്മവിശ്വാസവും പ്രൗഢിയും കീർത്തിയും നിങ്ങൾക്ക് എത്തിയിരിക്കും. നിങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എത്തിയിരിക്കും. അതൊരു സംശയവുമില്ല. കാരണം ഏറ്റവും നല്ല മര്യാദ, ഏറ്റവും നല്ല സ്വഭാവം, ഏറ്റവും നല്ല നന്മ, ഏറ്റവും നന്നായി കാരുണ്യം മറ്റുള്ളവരിലേക്ക് ചൊരിഞ്ഞ വ്യക്തിയാണ് നിങ്ങൾ. സമൂഹത്തിനും നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്കും നിങ്ങളെ ഇഷ്ടപ്പെട്ടവർക്കൊക്കെ നന്മ ചൊരിഞ്ഞ നിങ്ങളുടെ ആ മഹനീയമായ മനസ്സ് സൗഭാഗ്യത്തെ ഉടൻ തന്നെ കയ്യിലൊതുക്കും. അത് നിങ്ങൾ നേടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.